മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകരോടായിട്ട് ട്രംപ് പറഞ്ഞത് ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ സഹായത്തിനായിട്ട് ഇന്ത്യക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും, അമേരിക്ക ഉണ്ടാകും എന്ന് ട്രംപ് സീരിയസ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതിനുശേഷം മാധ്യമങ്ങളുടെ തന്നെ ചോദ്യങ്ങൾക്ക് പ്രതികരണമായിട്ട് തമാശയായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തുടരുന്നിടത്തോളം കാലം മാത്രമേ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റൂ. മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ ട്രംപ് പറഞ്ഞത് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നിടത്തോളം കാലം ഇന്ത്യക്കൊരു പ്രശ്നം വന്നാൽ, ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ സഹായത്തിന് അമേരിക്ക ഉണ്ടാകുമെന്നാണ്. അപ്പോ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിന് സത്യത്തിൽ എല്ലാത്തരം പുച്ഛത്തോടെയും പരിഹാസത്തോടെയും അവജ്ഞയോടെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടരാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായം ഇന്ത്യക്ക് ആവശ്യമില്ല. പക്ഷേ ഇത് ട്രംപിന്റെ മുഖത്ത് നോക്കി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത് പറയാൻ കഴിയില്ല എന്നത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിനെന്നല്ല, ഏതൊരു പ്രധാനമന്ത്രി അവിടെ ഇരുന്നാലും ട്രംപിനോട് അത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ബന്ധം അവിടെ തീർന്നു. സോ ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. കാരണം അമേരിക്കയെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അമേരിക്കയെ പിണക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടം സാമ്പത്തികമായ നഷ്ടത്തോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലെ നഷ്ടം കൂടിയാണ്. പൂർണ്ണമായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാകുന്നതുവരെ അമേരിക്കയെ മാത്രമല്ല ചൈനയെ പോലും ഒരു പരിധി വിട്ട് പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. ഗാൽവാനിലെ സംഘർഷം തന്നെ ചൈന ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മൾ പണിയാൻ പോയത്. അങ്ങോട്ട് ചൈനയെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലാണ്. നോക്കൂ, ചൈന പയറ്റിയ അതേ തന്ത്രത്തിന്റെ ഒരു പുതിയ രൂപമാണ് മോദി ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത്. ചൈന 30 വർഷക്കാലമാണ് സൈലന്റ് ആയിട്ട് അവരുടെ എക്കണോമിക് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്തത്. നമ്മൾ അത്രയും സമയം നമുക്ക് എന്തായാലും കിട്ടില്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ചൈനയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. ചൈനയ്ക്ക് അതിർത്തിയിൽ അങ്ങനെ ഒരുപാട് ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ആണെങ്കിൽ അന്നത്തെ ഗവൺമെന്റുകൾ ഒരു കാരണവശാലും ചൈനയെ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രാജ്യമായിരുന്നുമില്ല. ഒരു ഭരണാധികാരികളും ചൈനയെ പ്രൊവോക്ക് ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് സ്വസ്ഥമായിട്ട് ഡെവലപ്പ് ആകാൻ പറ്റി. എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെ അല്ല. നമുക്ക് ഓൾറെഡി ചൈന ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് നിരന്തരമായ അടി നമുക്കിടയിൽ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശ് പോലെയൊക്കെയുള്ള ഞാഞ്ഞൂലുകൾ നമുക്കൊരു പ്രശ്നമാണ്. നേപ്പാൾ പോലുള്ള ഞാഞ്ഞൂലുകൾ പ്രശ്നമാണ്. അതിലുപരിയായിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങി കൊടുക്കാത്തത് കൊണ്ട് തന്നെ അമേരിക്കയുടെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം നമുക്ക് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അടുത്തൊരു 10 വർഷത്തേക്ക് ഇന്ത്യയുടെ GDP ഗ്രോത്ത് 7-8% എങ്കിലും നിർത്തി പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അമേരിക്കയെ പോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ബിസിനസ് പാർട്ട്ണറിനെ നമ്മൾ പിണക്കി കഴിഞ്ഞാൽ അതിന്റെ സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. ആ ഓപ്പർച്യൂണിറ്റി മറ്റു പലർക്കും കിട്ടും. അതുകൊണ്ടാണ് സത്യത്തിൽ ട്രംപിന്റെ ഈ പൊങ്ങത്തരങ്ങളെല്ലാം നമുക്ക് സഹിക്കേണ്ടി വരുന്നത്. അമേരിക്കയുടെ സഹായം ഇന്ത്യക്ക് ആവശ്യമുണ്ടോ? ഇന്ത്യക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഗാൽവാൻ സംഘർഷം ഉണ്ടായത്. അന്ന് ട്രംപ് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ ഇടപെടാമെന്ന് പറഞ്ഞു. എന്ന് വെച്ച് ചൈനയെ പോയി ആക്രമിക്കും എന്നും പറഞ്ഞില്ല. ഞങ്ങൾ ചൈനയുമായി സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അന്ന് മോദി പറഞ്ഞത് അതിന്റെ ആവശ്യമില്ല, മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല, ഞങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. ചൈനയ്ക്ക് വേണ്ടത് ഇന്ത്യ കൊടുത്തു. അത് ചൈനയ്ക്ക് കിട്ടുകയും ചെയ്തു. ബോധ്യമായിട്ടുണ്ട് അവർക്ക്. സോ അമേരിക്കയുടെ ഇടപെടൽ ഗാൽവാൻ സംഘർഷത്തിൽ ഉണ്ടായിട്ടില്ല. അമേരിക്ക ഏറ്റവും വലിയ എതിരാളിയായിട്ട് കാണുന്ന രാജ്യമാണ് ചൈന. ആ ചൈനയുമായിട്ട് നേരിട്ട് കൊമ്പ് ഓർത്തിട്ടുള്ള ഏക രാജ്യം ഇന്ത്യയാണ്. അമേരിക്ക ഇതിനു മുന്നേ ചൈനയുമായി യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇന്ത്യ 62-ൽ യുദ്ധം ചെയ്തു. അന്ന് നമ്മൾ തോറ്റുപോയി. സത്യമായിട്ട് നമ്മൾ തോറ്റുപോയി. പക്ഷെ 67-ൽ എന്ത് സംഭവിച്ചുവെന്ന് ഇന്ത്യ വല്ലാണ്ട് പറഞ്ഞു നടക്കാത്തതുകൊണ്ടാണ്. 67-ൽ തോറ്റത് ചൈനയാണ്. 62-ലെ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഇന്ത്യ 67-ൽ ചൈനയെ തോൽപ്പിച്ചു. പക്ഷെ അന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള ഇന്ത്യയുടെ ഗവൺമെന്റുകൾ ശ്രമിച്ചത് ചൈനയുമായി ഒരു പ്രശ്നം വേണ്ട, സമാധാനത്തിൽ പോകാം എന്നതുകൊണ്ട് അവരതൊരു വലിയ വിജയമായിട്ട് അന്നും ഇന്നും ഇന്ത്യ ഭരണകൂടം ഉയർത്തി കാണിച്ചിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ 1967-ലെ ഇന്ത്യ ചൈന യുദ്ധം പഠന വിധേയമാക്കി കഴിഞ്ഞാൽ അന്ന് ഇന്ത്യയുടെ പക്ക ഡോമിനേറ്റിംഗ് വിക്ടറി ആയിരുന്നു ആ വിജയം എന്ന് പറയുന്നത്. 2020-ലെ ഗാൽവാൻ സംഘർഷം കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ ഡോമിനേറ്റ് ചെയ്തു. ചൈനയ്ക്ക് ലാസ്റ്റ് അവരുടെ ക്ലെയിംസ് ഉപേക്ഷിച്ച് പിന്മാറേണ്ടി വന്നു എന്നിടത്താണ് ഇന്ത്യയുടെ വിജയം. നോക്കൂ, ചൈന ക്ലെയിം ചെയ്തത് അത് അവരുടെ ലാൻഡ് ആണ്, അവിടുന്ന് പോവില്ല എന്നാണ്. ഇന്ത്യ അവിടെ നിലയുറപ്പിക്കുന്നു. ഒടുവിൽ എങ്ങനെയാണത് പരിഹരിക്കപ്പെട്ടത്? ഗാൽവാനിൽ ചൈനയുടെ ക്ലെയിംസ് പിൻവലിച്ച് അവർ സൈന്യത്തെ അവിടെ നിന്ന് മാറ്റാൻ തയ്യാറായി. അതിന്റെ അർത്ഥം അവിടെ വിൻ ചെയ്തത് ഇന്ത്യ ആണ് എന്നാണ്. 2018-ൽ ദോക്ലാം ഇഷ്യൂ നടക്കുന്ന സമയത്തും അതാണ് ഉണ്ടായത്. ദോക്ലാമിൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു.
സോ അതും നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ചൈനയുമായിട്ട് നേരിട്ട് കൊമ്പ് കോർത്ത പരിചയമുള്ള ഏക രാജ്യം ഇന്ത്യയാണ്. ചൈനയുമായിട്ട് നിരന്തര പ്രശ്നങ്ങളുള്ള രാജ്യവും ഇന്ത്യയാണ്. ഇത്രയും കാലം നമുക്ക് ഒരു അമേരിക്കയുടെ സഹായം കിട്ടിയിട്ടില്ല, ഇനി ഒട്ടും വേണ്ടതാനും. പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്നിപ്പോ അമേരിക്കയുമായിട്ട് പോലും മുട്ടാൻ ഇന്ത്യക്ക് ഒരു ഭയവുമില്ല. പക്ഷെ ഇന്ത്യയുടെ ലക്ഷ്യം യുദ്ധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ പിടിച്ചെടുക്കണമെന്നതോ അല്ല. മറിച്ച് ഇന്ത്യ ആഗ്രഹിക്കുന്നത് കംപ്ലീറ്റ് ഡോമിനേഷനാണ്. ലോകത്തെ ഒരു ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു അപ്രമാദിത്വമുള്ള ശക്തിയായിട്ട് മാറുക. അതിന് എക്കണോമിക് പവറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഇന്ത്യക്ക് അറിയാം. അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്നത് സാമ്പത്തിക ശക്തി കൊണ്ടാണ്, സൈനിക ശക്തി കൊണ്ട് മാത്രമല്ല. ഈ സാമ്പത്തിക ശക്തി ഉള്ളത് കൊണ്ടാണ് സൈനിക ശക്തി അവർക്ക് അതോടൊപ്പം വളർത്താൻ കഴിഞ്ഞത്. ഇന്നിപ്പോ അമേരിക്കയുടെ സാമ്പത്തിക ശക്തി നിലനിർത്താൻ അവർക്ക് സൈനിക ശക്തി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. പക്ഷെ അമേരിക്കയുടെ വളർച്ചയുടെ കാലഘട്ടം പരിശോധിച്ചാൽ എക്കണോമിക് പവറായി മാറിയത് തന്നെയാണ് അമേരിക്കയെ ലോകശക്തിയാക്കി മാറ്റിയത്. ഇന്ത്യയും ആഗ്രഹിക്കുന്നത് ആ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരുക എന്നതിനാണ്. ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രസിഡന്റ് ട്രംപിനെ മാത്രമല്ലെന്നേ, നമ്മൾ അടുത്ത് കിടക്കുന്ന മാൽഡീവ്സിനെ സഹിക്കുന്നുണ്ട്, നേപ്പാളിനെ സഹിക്കുന്നുണ്ട്, ബംഗ്ലാദേശിനെ സഹിക്കുന്നുണ്ട്, ഞാഞ്ഞൂലുകളെ വരെ നമ്മൾ സഹിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിലെ നീരാളിയെയും നമുക്ക് സഹിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് അമേരിക്കയെ സഹിക്കുകയാണ് എന്നതാണ് വസ്തുത. പക്ഷെ പ്രസിഡന്റ് ട്രംപ് പച്ചക്കള്ളം പറയുന്ന ഒരു പെരുന്നുണയനാണ്. 2020 കാര്യം നമുക്ക് വിടാം. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ കഴിഞ്ഞ വർഷം ഉണ്ടായ സംഘർഷം, ഓപ്പറേഷൻ സിന്ദൂർ, ആ സമയത്ത് അമേരിക്ക ആദ്യം എടുത്ത നിലപാട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് തിരിച്ചടിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട്, ഇന്ത്യ അത് ചെയ്യുന്നതിൽ ഇടപെടാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നായിരുന്നു കേട്ടോ അമേരിക്കൻ ഭരണകൂടം ആദ്യം എടുത്ത നിലപാട്. ഇതിപ്പോ പൊതുവെ ഇന്ന് അതാരും പറയാറില്ല. ആദ്യം അമേരിക്ക അങ്ങനെയാണ് നിലപാടെടുത്തത്. ഇന്ത്യ അവരുടെ ഈ പാകിസ്ഥാനിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ അമേരിക്ക അതിനെ അപലപിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയോ ഇന്ത്യ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറയുകയോ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചു എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയില്ല. പിന്നീട് പാകിസ്ഥാൻ അതിന് പ്രതികാരമായിട്ട് ഇന്ത്യ ആക്രമിക്കാൻ വരുമ്പോൾ ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കുന്നു. ആ സമയത്ത് അമേരിക്കയുടെ നിലപാട് ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ട്രംപ് പറഞ്ഞത് ഞാൻ ഇടപെട്ടിട്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കി. ഇന്ത്യക്കൊരു ആവശ്യം വരുമ്പോൾ ഞങ്ങൾ കൂടെ വരാം, അല്ലെങ്കിൽ ഞങ്ങൾ കൂടി നിങ്ങളുടെ കൂടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കാം എന്ന് അമേരിക്ക പറഞ്ഞില്ലല്ലോ. അമേരിക്കയുടെ ആ സഹായം നമുക്ക് ആവശ്യമില്ല എന്നത് വേറെ കാര്യം. പക്ഷെ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം മോദിയോട് പറഞ്ഞത് എന്ത് ആവശ്യം വന്നാലും ഞാൻ വരുമെന്നാണ്. ആവശ്യം വന്നപ്പോഴൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല, നമുക്കൊട്ട് നിങ്ങളുടെ സഹായം ആവശ്യവുമില്ല. ഇതാണ് വസ്തുത. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചെറിയ പുഞ്ചിരിയോടെ അതവിടെ കേട്ടുകൊണ്ടിരുന്നു. അത് അദ്ദേഹത്തിന്റെ മര്യാദയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് മോദി പറയാണ് അതിന് മിസ്റ്റർ ട്രംപ് നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ബന്ധം അവിടെ തീരുകയാണ്. സോ ഒരിക്കലും നയതന്ത്ര തലത്തിൽ ഒരു ഭരണാധികാരി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രംപിനോട് അത് പറയില്ല. മോദി വളരെ തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയാണ്, ഒരിക്കലും അത് പറയില്ല. പലരും ചോദിക്കുന്ന കണ്ടു മോദിക്ക് അത് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞുകൂടെ എന്ന്. അതിന്റെ ആവശ്യമില്ല. ഒരുപക്ഷെ അതൊരു സ്വകാര്യ സംഭാഷണമായിരുന്നുവെങ്കിൽ മോദി അത് പറഞ്ഞനെ. അതാണ് ട്രംപ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. മുമ്പൊരിക്കൽ ഈ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് മോദിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ മോദി വേണ്ട എന്ന് പറഞ്ഞു. രണ്ടാമത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ചർച്ച നടത്താം, എനിക്ക് അവരുമായി നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴും മോദി പറഞ്ഞു അതിൻ്റെയും ആവശ്യമില്ല, അവർക്കുള്ളത് ഞാൻ കൊടുത്തോളാം, അവരടുത്ത 100 വർഷത്തേക്ക് അവർ എണീക്കാത്ത വിധം പണി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് മോദി. ഇത് ഞാൻ മോദി പറഞ്ഞിട്ടല്ല അറിയുന്നത്, ട്രംപ് തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണത്. അപ്പൊ നരേന്ദ്രമോദി സ്വകാര്യമായൊരു സംഭാഷണത്തിലായിരുന്നുവെങ്കിൽ ട്രംപിന് കൃത്യമായി മറുപടി പറഞ്ഞനെ. പക്ഷെ മാധ്യമങ്ങളുടെ മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഇൻസൾട്ട് ചെയ്യാൻ ഒരിക്കലും മോദി തയ്യാറാവില്ല. അതാണ് നരേന്ദ്രമോദിയുടെ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ ട്രംപ് പറഞ്ഞത് കാണാൻ മാന്യനാണ്, വളരെ മാലാഖയെ പോലെ തോന്നും, സാത്വികനാണ്, പക്ഷേ ഹീസ് എ കില്ലർ എന്നാണ് ട്രംപ് പറഞ്ഞത് മോദിയെ കുറിച്ച്. അപ്പൊ മോദി അത്രയും കർക്കശക്കാരനായിട്ടുള്ള ഒരാളാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയാണ്. അതായത് മോഡിയുടെ PR പണി ഏറ്റെടുത്തിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ്. സോ അതുകൊണ്ട് മോദി അവിടെ വെച്ച് പറയാത്തതിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമുക്കറിയാം, മോദിക്കും അറിയാം നിങ്ങളുടെ സഹായം ഞങ്ങൾക്കൊട്ട് വേണ്ട, ഇനി നിങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞാലൊട്ട് സഹായിക്കാനും പോകുന്നില്ല എന്നത് മോദിക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപിന്റെ വാചകങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതികരണങ്ങൾക്ക് ഈ ലോകത്ത് അത്ര വിലയെ കൊടുക്കുന്നുള്ളൂ. കാരണം അങ്ങനെയാക്കി തീർത്തു ആ മനുഷ്യൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.